ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ ഒരു വശത്തു നിന്നും അളവറ്റ രീതിയിൽ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടം കൊടുത്തുകൊണ്ടേയിരിക്കും. പലപ്പോഴും തിരിച്ചു കിട്ടുന്നതാവട്ടെ കുറേ മുറിവുകളും മുറിപ്പെടുത്തലുകളും നീറ്റലുകളും വേദനകളും ഉറക്കമില്ലാത്ത കുറേ രാത്രികളും തന്ന് അതങ്ങനെ കടന്നു പോകും. അത് അങ്ങനെയാണ്. അപ്പം നമ്മളുടെ ഈ ഒരു 2x2 എന്ന് പറയുന്ന ഈ ഒരു റുബിക്സ് ക്യൂബിനെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പഠിക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇപ്പോൾ നമ്മളുടെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഒരു 2x2-ൻ്റെ ഈ ഒരു ക്യൂബ് എങ്ങനെ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റ് ലെയർ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മളുടെ ഇതൊരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യൂബാണ്. ഇതെങ്ങനെ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം 2 ലെയറുള്ള ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യൂബിനെ നമ്മൾക്ക് എങ്ങനെ ഒറ്റ സ്റ്റെപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള വശം, അതായത് ഏറ്റവുമിൻ്റെ മുകളിലത്തെ വശം വൈറ്റ് കളറ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് മുകൾ വശം നമ്മൾ വൈറ്റ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലെയറും അതിനൊപ്പം സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മുകൾ വശത്ത് ഏതെങ്കിലും ഒരു വൈറ്റ് കളർ ഉള്ള ഒരു പോർഷൻ നമ്മളൊന്ന് ചൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകൾ വശത്ത് ഈ ഒരു 3 വശവും നമുക്കിവിടെ വൈറ്റ് കളർ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ലെയറും കൂടി നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളോട് നോക്കുന്ന സമയത്ത് ഈ ഒരു മുകളിൽ ഓൾറെഡി ഒരു വൈറ്റ് കളറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നമ്മളെ ഫേസ് ചെയ്യുന്ന ഒരു കളർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മളെ ഫേസ് ചെയ്യുന്ന ഒരു കളർ ഇവിടെ റെഡ് കളറാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചൂസ് ചെയ്യേണ്ട അടുത്തൊരു കോർണർ പീസ് എന്നുള്ളത് ഈ ഒരു വൈറ്റ് കളറും ഈ ഒരു റെഡ് കളറും ഉള്ള ഒരു കോർണർ പീസ്, അല്ലെങ്കിൽ ഒരു കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളർ പീസ് എവിടെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ കളറിനെ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നമ്മുടെ റൈറ്റ് സൈഡ് താഴത്തേക്ക് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അതായത് ഈ ഒരു വൈറ്റ് കളറും ഈ ഒരു റെഡ് കളറും ഉള്ള ഒരു പീസ് എവിടെ എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ഒരു വശത്തുണ്ട്, അതായത് ഇവിടെ ഇതിലൊരു വൈറ്റ് കളറുണ്ട്, ഇതിലിവിടെ റെഡ് കളറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവയ്ക്കേണ്ടത് ഇതിൻ്റെ നേരെ ക്രോസ് ചെയ്തിട്ടുള്ള ഈ ഒരു താഴത്തേക്കാണ് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ച് കൊണ്ടുവയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു ഇവിടെ വൈറ്റ് കളറും ഇവിടെ റെഡ് കളറും വരുന്ന ഒരു പോർഷനാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഈ താഴത്തുള്ള ഈ ഒരു 3 സൈഡിൽ എവിടെയെങ്കിലും അത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ വശത്ത് ഓൾറെഡി ഉണ്ട്, ഇവിടെ റെഡ് കളറുണ്ട്, ഇതിലൊരു വൈറ്റ് കളറുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളിവിടെ 3x3 എന്ന് പറയുന്ന ഒരു ക്യൂബ് നമ്മൾ ഇതിന് മുൻപ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾക്കിതുപോലെ ഈ ഒരു കോർണറിൽ വൈറ്റ് വരുന്ന സമയത്ത് ഇതെങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ച സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു തവണ തിരിച്ച് ഇതിൻ്റെ കൊണ്ടുപോകേണ്ട ഈ ഒരു പോർഷൻ താഴത്തേക്ക് തിരിക്കുന്നു, ഇത് വീണ്ടും ഇവിടെ കണക്ട് ചെയ്യുന്നു, അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നു. ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഈ ഒരു 2x2-ൻ്റെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഇത് ഇവിടത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനെ നേരെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു തവണ തിരിക്കുന്നു, ഇവിടത്തേക്കാണ് നമ്മളിവിടെ കൊണ്ടുപോകേണ്ടത്, അത് താഴത്തേക്ക് തിരിച്ചു വയ്ക്കുന്നു, ഇതിനെ വീണ്ടും അതേ പൊസിഷനിലേക്ക് കറക്റ്റ് ചെയ്യണം, ഇതിനെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കണം. ഓക്കെ, ഇതാണ് ഒരേ ഒരു സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇത് ക്ലിയർ ആവുന്നവരെ നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ഈ താഴത്തുള്ള ഈ ഒരു ലെയറിനെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം, മുകളിൽ നിന്ന് ഇറക്കി വയ്ക്കുന്നു, ഒന്ന് കണക്ട് ചെയ്യണം, മുകളിലേക്ക് വയ്ക്കണം. ഈ സ്റ്റെപ്പ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അതായത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു, താഴത്തേക്ക് തിരിക്കുന്നു, വീണ്ടും അവിടേക്കാൻ തിരിച്ചു വയ്ക്കുന്നു, വീണ്ടും മുകളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് തിരിച്ചെത്തും. കാരണം നമുക്കിവിടെ വൈറ്റ് ആയിരുന്നു, ഇവിടെ റെഡ് ആയിരുന്നു. ഓക്കെ, അതേ ഒരു പീസിനെ നമ്മളിവിടെ കൊണ്ടുവച്ചത്, ഇവിടെ നമ്മൾ ആ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതേപോലെ തന്നെ മുകൾ വശം നമുക്ക് വൈറ്റ് ക്ലിയർ ചെയ്ത് കിട്ടി, നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ വശം നമുക്ക് റെഡ് വശം നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വശം കിട്ടി. ഇനി നമുക്കിതിൻ്റെ മറ്റൊരു വശത്തേക്ക് നമ്മൾ
തിരിച്ചു വയ്ക്കും. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം കളർ എന്ന് പറയുന്നത് മുകളിലത്തെ വശം നമുക്കറിയാം ഓൾറെഡി ഇവിടെ വൈറ്റാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വൈറ്റ് കളറും ഇനി നമ്മളിവിടെ ഫേസ് ചെയ്യേണ്ട കളറ് ബ്ലൂ കളറാണുള്ളത്. ഓക്കെ, അപ്പോൾ വൈറ്റും ബ്ലൂവും ഉള്ള ഒരു പീസ് എവിടെയെന്ന് നോക്കണം. അതിന് നമ്മൾ ഇതിൻ്റെ താഴത്തുള്ള ഈ ഒരു വശത്തേക്ക് നമ്മുടെ റൈറ്റ് സൈഡിൻ്റെ താഴത്തേക്കുള്ള ഈ ഒരു വശത്തേക്കാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. നമുക്ക് ഇവിടെ വെക്കേണ്ട കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറും വൈറ്റ് കളറും ഉള്ള ഒരു കോർണർ പീസാണ് നമുക്ക് ആദ്യം ചൂസ് ചെയ്ത് ഇവിടെ കൊണ്ട് വയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എവിടെയെന്ന് നമ്മൾ നോക്കാം. ഇതിൻ്റെ തൊട്ട് ഈ വശത്ത് തന്നെ ഉണ്ട്, അതായത് ഈ ബ്ലൂ കളർ ഇവിടെയുണ്ട്, ഇതിൻ്റെ വൈറ്റ് കളർ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു പീസിന് ഈ ഒരു കോർണറിന് നമ്മൾ ആദ്യം ഇതിൻ്റെ താഴത്തേക്കാണ് തിരിച്ചു വെച്ചു. ഓക്കെ, താഴത്തേക്ക് തിരിച്ചു വെച്ചു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ബ്ലൂവും വൈറ്റും ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ട കളർ. ആ ബ്ലൂവും വൈറ്റും ഇതിൽ തന്നെ ഉണ്ട്, ബ്ലൂ കളറുണ്ട്, ഇതിൻ്റെ അടിവശത്ത് വൈറ്റ് കളറുണ്ട്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം ഇതിൻ്റെ മുകളിലേക്കാണ് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമ്മളിതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു, ഇതിൻ്റെ മുകൾ വശത്തേക്കിന് താഴത്തേക്ക് ഇറക്കി വെച്ചു, തിരിച്ചതിന് വീണ്ടും അവിടത്തേക്ക് തന്നെ എടുത്ത് വെച്ചു, മുകളിലേക്ക് തന്നെ കണക്ട് ചെയ്തു. ഓക്കെ, ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു, താഴത്തേക്ക് ഇറക്കി വെച്ചു, വീണ്ടും അതിനെ റൈറ്റ് സൈഡിലേക്ക് ആക്കി അതിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മളിവിടെ നോക്കിയിട്ടുള്ള നമ്മുടെ ആ വൈറ്റ് കളർ മുകളിൽ വന്നു, നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു ബ്ലൂ അവിടെ വന്നു. അപ്പോൾ നമുക്കിതിൻ്റെ 3 വശവും നമ്മളിവിടെ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളതിൻ്റെ മറ്റൊരു വശം എടുക്കണം. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഈ കളർ ഓൾറെഡി മുകളിലത്തെ വശം നമുക്കറിയാം വൈറ്റ് കളറാണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന കളറ് ഓറഞ്ച് കളറാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ താഴെ നമ്മൾ ചൂസ് ചെയ്യേണ്ട കളറ് വൈറ്റ് കളറും ഓറഞ്ച് കളറും ഉള്ള ഒരു പീസാണ്. ഇതിൻ്റെ താഴെ നമ്മളിത് ക്രോസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡ് താഴത്തേക്ക് നമുക്ക് വേണ്ടത്. ഓൾറെഡി അവിടെ ആ ഒരു പീസ് നമ്മൾക്കുണ്ട്, അതായത് ഓറഞ്ച് കളറും വൈറ്റ് കളറുള്ള ഒരു പീസ് ഓൾറെഡി ഇവിടെ ഇട്ടുണ്ട്. ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ വൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിക്ക് പിടിച്ചുകൊണ്ട് തന്നെ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു തവണ തിരിച്ചു, മുകൾ വശത്തേക്കുള്ള ഒന്ന് താഴത്തേക്ക് തിരിച്ചു വെച്ചു. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചത് അതേതിൻ്റെ പൊസിഷനിലേക്ക് തന്നെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചു, അതിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഈ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓക്കെ, അതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഒറ്റ സ്റ്റെപ്പ് മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾക്കിപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഓൾറെഡി വൈറ്റ് കളർ അതിൻ്റെ മുകളിലേക്ക് എല്ലാം കണക്ട് ചെയ്ത് കിട്ടി. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ലെയർ, അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഓറഞ്ച് കിട്ടി, ഇതിൻ്റെ വശം ബ്ലൂ കിട്ടി, മറ്റൊരു വശം റെഡ് കിട്ടി, ഗ്രീൻ കിട്ടി. അപ്പോൾ നമ്മളുടെ ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ ഒരൊറ്റ സ്റ്റെപ്പ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ഈ ഒരു 2x2 പറയുന്ന ഈ ഒരു ക്യൂബിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്കിവിടെ ക്ലിയർ ചെയ്തെടുത്തു. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം ഇത് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അതിനൊപ്പം നമ്മളുടെ ഈ ഒരു പേജ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.